മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായ കനത്ത തോൽവിക്ക് പിന്നാലെ തലസ്ഥാനത്തെ CPM-ൽ പൊട്ടിത്തെറി. പതിറ്റാണ്ടുകളായി LDF ഭരിച്ചിരുന്ന ചെങ്കോട്ടയാണ് മൃഗീയ ഭൂരിപക്ഷത്തോടെ NDA കൈപ്പിടിയിലാക്കിയത്. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? കടലിൽ കൊണ്ടുപോയി കായം കലക്കിട്ട് എന്ത് കിട്ടാനാടോ? മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റ പ്രവർത്തന ശൈലികൾ മാത്രമാണ് ഇതിന് കാരണമെന്നാണ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ വിമർശനം. ഓഹോ, അങ്ങനെയാണല്ലേ. എന്നാലും ഇത് കുറച്ച് കടുപ്പമായി പോയി. എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നേക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരത്തിൽ മുകളിലുള്ളവരോടുള്ള അതിവിനയവും ഓഫീസിലെത്തുന്നവരെ കാണാൻ കൂട്ടാക്കാത്ത പ്രവണതയും തുടങ്ങി ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയും CPIM നേതാവ് വഞ്ചിയൂർ ബാബുവിന്റെ മകളുമായ ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല, അത് നടപ്പില്ല. അമ്മാവ മനുഷ്യനെ ഒരുമാതിരി വടിയാക്കരുത്. ഇത്തരം നിലവാരമില്ലാത്ത ബലിതങ്ങൾ അമ്മാവൻ അടിക്കരുത്. അത് മനുഷ്യനൂടെ തീ ചവിട്ടി നിൽക്കുമ്പോൾ. എന്നാൽ ഗായത്രി ബാബുവിന്റെ അഭിപ്രായം പാർട്ടി തള്ളി ആര്യയെ പൂർണ്ണമായും പിന്തുണച്ചാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി V ശിവൻകുട്ടിയും രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി. ഗായത്രി ബാബുവിന്റെ പ്രസ്താവന അത് വ്യക്തിപരമായിട്ടുള്ള അവരുടെ അഭിപ്രായ പ്രകടനം മാത്രമാണ്, പാർട്ടിയുടെ അഭിപ്രായമല്ല. സത്യം. ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് വിധേയമായി കൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ ആകാത്തരം നടത്തിയിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കണ്ടത് കടകങ്ങൾ. മേയറും ഗായത്രി ബാബുവുമായി ഏറെ നാളായി സ്വരച്ചേർച്ചയിലല്ല. അപ്പൊ താങ്ക് യു അണ്ണാ, തിരുവനന്തപുരത്ത് കാണാം.